പഴയ തറവാടുകൾ എന്നും മനുഷ്യരിൽ, പ്രത്യേകിച്ച് മലയാളികളിൽ ജിജ്ഞാസയും കൗതുകവും ഉണർത്തുന്നതാണ്. വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ അങ്ങനെയുള്ള ഒരു തറവാട്, 100-ൽ അധികം വർഷം പഴക്കമുള്ള ഒരു തറവാട്. എന്നാൽ കണ്ടു നോക്കാം അല്ലേ? നിങ്ങൾ പല തറവാടുകൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും, നേരിട്ടും വീഡിയോ വഴിയും. ഞാൻ ഇവിടെ കാണിക്കുന്ന തറവാടിന് ഞാൻ പറഞ്ഞതുപോലെ 100-ൽ അധികം വർഷം പഴക്കമുള്ളതാണ്. അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന ഈ വീടിൻ്റെ പുറം ഭാഗമാണ് ആദ്യം നിങ്ങളെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ബൈ ദ വേ, ഇത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീടാണ്. വീടിൻ്റെ അത്ര തന്നെ വലിപ്പത്തിൽ ഒരു മച്ചുണ്ട്. ആ മച്ചിൻ്റെ പ്രത്യേകത വളരെ കനത്തിൽ ആഞ്ഞിലിത്തടി കൊണ്ട് ഉണ്ടാക്കിയ മച്ചാണ്. വീടിൻ്റെ ഭിത്തി മുഴുവൻ കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നിങ്ങൾ ഈ തൂണുകൾ കണ്ടല്ലോ, ഇത് സാധാരണ തൂണല്ല. ഓരോ തൂണും ഓരോ ആഞ്ഞിലി ചെത്തി മിനുക്കി അതിൻ്റെ കാമ്പ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണ്. തടികൾ ധാരാളമായി ഉണ്ടായിരുന്ന ഒരു കാലത്താണ് ഈ വീട് വെച്ചിരിക്കുന്നത്. മെയിൻ തിണ്ണ കൂടാതെ വീടിന് ചുറ്റും ഇളം തിണ്ണയും ഉണ്ട് ഈ വീടിന്. അടുക്കളയും വീടിൻ്റെ മുഴുവൻ തറയും ചാണകം മെഴുകിയിരുന്നതാണ്. അത് എല്ലാം മാറ്റി മോഡേൺ രീതിയിൽ ആക്കി. നിങ്ങൾ ജനലുകളിലേക്ക് നോക്കിയാൽ കാണാം, ആ ജനലഴികളും തടി കൊണ്ടുണ്ടാക്കിയതാണ്. വളരെ സ്ട്രോങ് ആണ്. പഴയ വിറക് കത്തിക്കുന്ന അടുപ്പ് മാറ്റി മോഡേൺ അടുപ്പ് വെച്ചു. പഴയ കാലത്തിലെ കട്ടിലുകൾ പലതും ഇപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുക്കള കഴിഞ്ഞ് വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്നിടത്തുനിന്ന് തട്ടിൻ പുറത്തോട്ട് കയറാൻ ഒരു ഗോവണിയുണ്ട്. ആ ഗോവണിയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതാണ് മച്ച് അല്ലെങ്കിൽ തട്ടിൻപുറം. ഇവിടെ ഇപ്പോൾ പഴയ സാധനങ്ങൾ സൂക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഉപ്പുമാങ്ങ ഭരണി, ചെമ്പ്, ഉരുളി, ഓട്ടുപാത്രങ്ങൾ, പലതരത്തിലുള്ള ഭരണികൾ, ഇവയെല്ലാം ഇവിടെ സൂക്ഷിക്കുന്നു. ഇവിടെ കാണുന്ന ഈ ചെമ്പ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് കപ്പ വാട്ടാനും നെല്ല് പുഴുങ്ങാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നു. ഈ വലിയ ഭരണിയിൽ നിറയെ മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കും. കർക്കിടകമാകുമ്പോൾ ഉപ്പിലിട്ട മാങ്ങായും മൂടക്കിട്ട ചക്കക്കുരുവും ഞങ്ങൾക്കും ചുറ്റുവട്ടത്തും ഉള്ളവർക്ക് ഉള്ള ഒരു ഭക്ഷണം ആയിരുന്നു. മണലിൽ ചക്കക്കുരു സൂക്ഷിക്കുന്നതിന് ആണ് മൂടക്കിടുക എന്ന് പറയുക. ഇത് ആണ് പത്താഴം. ലൈറ്റിംഗ് ശരിയല്ലാത്തത് കൊണ്ട് അത്ര ക്ലിയർ അല്ല. അത് 3 കമ്പാർട്ട്മെൻ്റ് അകത്തുണ്ട്. അതിങ്ങനെ പുറത്ത് ലോക്ക് ചെയ്ത് വെക്കാം. അടച്ച് ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിലൊരു നമ്പർ കാണുന്നുണ്ട്, 25. അതെന്താണെന്ന് ഇപ്പൊ ആർക്കും മനസ്സിലാകുന്നില്ല. എന്തിനോ റെപ്രസെന്റ് ചെയ്ത ഒരു നമ്പറാണ് അവിടെ കാണുന്നത്. ഇനി നമുക്ക് പത്താഴം ഒന്ന് തുറന്ന് കാണാം. ഇതിന് 3 അറകളാണ് ഉള്ളത്. നടുക്കത്തെ അറ മറ്റ് 2 അറകളേക്കാൾ ചെറുതാണ്. നടുക്കത്തെ അറയിൽ സാധാരണയായി വാഴക്കൊല പഴുപ്പിക്കാനും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സൈഡിലത്തെ അറകൾക്ക് ഒരാളുടെ വലിപ്പത്തിൽ താഴ്ചയുണ്ട്. ആ 2 അറകളിലുമാണ് സാധാരണ നെല്ല് സൂക്ഷിക്കാറ്. ഏകദേശം
എനിക്ക് തോന്നുന്നത് 10-200 പറ നെല്ല് ഇതിനുള്ളിൽ സൂക്ഷിക്കാം. ഒരു 2 വർഷത്തേക്കുള്ള നെല്ല് അതിൽ നമ്മൾക്ക് സൂക്ഷിക്കാവുന്നതാണ്.